ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ നന്മയെ ഉദ്ദേശിച്ച് അവൻ്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം. എന്തെന്നാൽ ക്രിസ്തുവും തന്നെ പ്രീതിപ്പെടുത്തിയില്ല. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: അങ്ങയെ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു. മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിനു വേണ്ടിയാണ്, സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുളവാക്കാൻ വേണ്ടി. സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലത്തുകൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. നിയമജ്ഞരും ഫരിസേയരും യേശുവിൽ കുറ്റമാരോപിക്കുവാൻ പഴുതു നോക്കി. സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: സൃഷ്ടാവിൻ്റെ നന്മയെ പ്രകീർത്തിക്കാൻ, തൻ്റെ നന്മ ആസ്വദിക്കാൻ ദൈവം കനിഞ്ഞു നൽകിയ നിയമമാണ് സാബത്തിൻ്റെ വിശുദ്ധാചരണം. നിയമം നല്ലതാണ്, അത് നന്മയുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ്. എന്നാൽ നിയമത്തിൻ്റെ ആന്തരികത നഷ്ടപ്പെടുത്താൽ അത് ആത്മാവില്ലാതാകും. അപ്പോൾ അത് മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന കൂച്ചുവിലങ്ങാകും. ഇപ്രകാരം ദൈവിക നന്മയുടെ ആഘോഷമാകേണ്ട സാബത്തിനെ കൊച്ചുവിലങ്ങാക്കിയ ഫരിസേയ മനസ്ഥിതിയാണ് ഈശോ ഇവിടെ ചോദ്യം ചെയ്യുന്നതും മറികടക്കുന്നതും. നിയമം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു എന്ന തിരുവചനം അന്വർത്ഥമാക്കുമാർ മനുഷ്യന് നന്മ നിരാകരിക്കുന്ന ഫരിസേയ മനസ്ഥിതി മറികടന്ന് ഈശോയെപ്പോലെ നിയമങ്ങളുടെ ആന്തരികതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ച് ദൈവിക നന്മയെ പ്രകീർത്തിക്കുന്നവരും നന്മ പ്രവർത്തിക്കുന്നവരുമാകാം നമുക്കെല്ലാവർക്കും. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി.